എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ കുറേ പ്ലാൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം ചെയ്യും. പിന്നെ പയ്യെ അങ്ങനെ കുറഞ്ഞ് വന്നു. പിന്നെ ഇതിനെക്കാട്ടി നമ്മൾ തലയിലേ വരാണ്ട് നമ്മളതൊക്കെ കംപ്ലീറ്റ്ലി വിട്ടുപോകുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? അതായത് നമുക്കൊരു കാര്യം തുടങ്ങി നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ നിൽക്കാൻ പറ്റാതെ വരുന്നൊരു സെനാരിയോ. ഇതെന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതൊരു ലാക്ക് ഓഫ് പ്ലാനിങ് കാരണം മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമുക്ക് കൃത്യമായിട്ടൊരു ട്രാക്കിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു കൊറോണ കാലം തൊട്ടേ പ്ലാനിങ്ങിൽ മാത്രം ജീവിക്കുന്ന, ട്രാക്കിങ്ങിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. ഇതിലേക്ക് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഹാബിറ്റ് ട്രാക്കർ യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ ഈ ഗൂഗിൾ ഷീറ്റ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഹാബിറ്റ് ട്രാക്കറിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹാബിറ്റ് ട്രാക്കർ. ഇപ്പോൾ ഈ ചെക്ക് ബോക്സും ഈ ഒരു നമ്മുടെ പ്രോഗ്രസ്സും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുമ്പോൾ നമുക്കത് തന്നെ മതിയല്ലോ നമുക്ക് മോട്ടിവേഷൻ ജീവിക്കാനായിട്ട്. അതായത് ഞാൻ ഇന്ന് ഇത്രയും ചെയ്തു, നാളെ ഇതിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തെറ്റിപ്പോയി, ഇനി നാളെ ഇതുണ്ടാവില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പുഷ് ചെയ്യാനൊരു സാധനം വരുമല്ലോ. സോ നമുക്കൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. പക്ഷേ ഞാനിത് ഡിജിറ്റലി ഉള്ള കാര്യമാണ് പറയുന്നത്. റിട്ടൺ ഇത് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യും. ബിക്കോസ് ഞാൻ ന്യൂ ഇയർ പ്രമാണിച്ച് കുറച്ച് ജേർണലൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ജേർണലൊക്കെ നിറയ്ക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ ഡിജിറ്റൽ സാധനത്തിനെ ഡിച്ച് ചെയ്തിട്ട് ഈ കൊല്ലം എൻ്റെ ഹാൻഡ് റിട്ടൺ സാധനത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാനൊരു ഹാൻഡ് റിട്ടൺ ഹാബിറ്റ് ട്രാക്കറിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും വൈകാതെ. അപ്പോൾ ഇതാണ് എൻ്റെ ഹാബിറ്റ് ട്രാക്കർ. ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇതിൽ തന്നെയാണ് ഞാൻ ചുമ്മാ ഡേറ്റ് മാറ്റി യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാം. അതാകുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാവില്ല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. സോ ഒരു പുതിയ സ്പ്രെഡ്ഷീറ്റ് എടുക്കുക. നമുക്ക് കുറച്ച് റാൻഡം ഹാബിറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പിന്നെ നമുക്കൊന്ന് ചെറുതാക്കി അലൈൻ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോർമാറ്റിൽ പോയിട്ട് നമ്പർ എടുത്ത് കസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം, ഇതിൽ നമുക്ക് ഡേറ്റ് എങ്ങനെ കാണിക്കണം എന്ന് അവർ പല ഓർഡർ കാണിക്കും. ഓക്കെ, എനിക്കത് ഇങ്ങനെ വന്നാൽ മതി. സോ ഞാൻ അത് കൊടുത്ത് അപ്ലൈ. എന്നിട്ട് നമുക്ക് ജാനുവരി 1 ഐശ്വര്യമായിട്ട് തുടങ്ങാം. നമുക്ക് ഈ അറ്റം മുതൽ ആ അറ്റം വരെ അങ്ങ് വലിക്കാം. ഇതിൻ്റെ സൈസ് ഇപ്പോൾ കുറച്ച് ഭയങ്കര വലുതായതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ പിടിച്ച് അങ്ങ് സെലക്ട് ആക്കാം. എനിക്കതിൽ ഏതിനേലും പിടിച്ച് ഒന്ന് ഈ സൈസിലാക്കിയാൽ മതി. ഓക്കെ, സെറ്റ്. ഓക്കെ, നമുക്കിനി ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ചെക്ക് ബോക്സസ് ആഡ് ചെയ്യണം. അതിന് നമുക്കിനി വേണ്ട എല്ലാ സെല്ലും നമ്മളങ്ങ് സെലക്ട് ചെയ്യണം. അപ്പം ഇവിടെ വരെ എല്ലാം സെലക്ട് ചെയ്തു. ചെയ്യേണ്ടത് ഈ ഇൻസേർട്ടിൽ പോയിട്ട് ചെക്ക് ബോക്സ്. ഇപ്പം എല്ലാത്തിലും ചെക്ക് ബോക്സ് വന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു 3-4 പരിപാടി ഇവിടെ ഉണ്ട്. ഒന്ന്, ഒരു യെസ്, നോ, പെർസെൻറ്റേജ്. അറിയാം, നമ്മളൊരു കമാൻഡാണ് കൊടുക്കേണ്ടത്. ആ കമാൻഡാണ് ഈക്വൽ ടു കൗണ്ട് ഇഫ്. ഇതേ കിടക്കുന്നു. ഇനി ഈ സെല്ല്, നമ്മുടെ ഫസ്റ്റ് സെല്ല് ജാനുവരി 1 B3 31 AF. അപ്പം നമ്മൾ കൊടുക്കേണ്ടത് കൗണ്ട് ഇഫ് B3 to AF3. കണ്ടോ, അവിടെ അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കാണിക്കും. നമ്മുടെ സെല്ലൊക്കെ തെറ്റിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവർ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. AF, ട്രൂ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. കണ്ടോ, ഇപ്പം 0. ഇപ്പം ഞാൻ ഈ ജാനുവരി 31 അതിനെ സെലക്ട് ചെയ്തെന്ന് വെച്ചു. 1, 2, 3. കണ്ടോ, നമുക്ക് നമ്പർ കയറി വരും. ഇത് തന്നെയാണ് ഇവിടെ. കൗണ്ട് ഇഫ് യെസ് കിട്ടാൻ ട്രൂ വന്നെങ്കിൽ നോ കിട്ടാൻ ഫോൾസ്. B3 to AF3, ഫോൾസ്. 31 ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം ചെയ്താൽ നമ്പർ ഇങ്ങനെ കുറഞ്ഞ് വരുന്നതുണ്ടോ. സോ അത്രേ ഉള്ളൂ ഇത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത് ഈക്വൽ ടു AG3 / 31. അപ്പോൾ 0. ഇപ്പം ഞാൻ ഇതിൽ ഏതെങ്കിലും 1, 2, 3 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെർസെൻറ്റേജ് വരും. അപ്പോൾ പെർസെൻറ്റേജ് ഇപ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് നമ്പർ പോലെ കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡാറ്റ, എന്നിട്ട് നമ്മൾ നമ്പറിൽ പോയിട്ട് നേരെ ചെന്ന് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെർസെൻറ്റേജ് തരും. നമുക്ക് ഈ പെർസെൻറ്റേജ് മനസ്സിലാവുന്ന ഭാഷ വേണ്ടേ.
അങ്ങനെ നമുക്ക് പേഴ്സൻറ്റേജ് കൊടുക്കാം. ഇനി പ്രോഗ്രസ്, ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇവൻ അനങ്ങുന്നത് കാണുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ കുഞ്ഞു കൂടുന്നത്. ഈ പ്രോഗ്രസിൻ്റെ കമാൻഡ് എനിക്ക് കാണാണ്ടറിയില്ല. സോ നമുക്കത് അപ്പുറത്തുനിന്ന് പോയി കോപ്പി പേസ്റ്റ് ചെയ്യാം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനമാണല്ലോ. സോ നമുക്കത് ഇവിടെ നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് അപ്പുറത്തോണ്ടിടാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ സെല്ലിൻ്റെ നമ്പറൊക്കെ വേറെയാണെങ്കിൽ അത് മാറ്റുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെനിക്ക് പ്രോഗ്രസ് ഇല്ലേ? ശരിയാണല്ലോ, എനിക്ക് പ്രോഗ്രസ് ഇല്ല. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രസ് വന്നു, കണ്ടോ? ഓക്കെ, സോ ഇനി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എല്ലാ കോളത്തിലും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വലിച്ച് താഴേക്ക് ഇട്ടാൽ മതി. സോ ദാറ്റ് ഇത് കണ്ടോ, എല്ലാ നമ്പറിലും അത് വരും. ഇത് ഒരു സാധനം സെലക്ട് ചെയ്യുക, അത് നമ്മൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, അപ്പോൾ എല്ലാത്തിലും അത് വരും. ഓക്കെ, ഇത് നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ടുള്ള പ്രോഗ്രസ് ആണ് കിട്ടിയത്. ഇനി നമുക്ക് നമ്പർ ഓഫ് ടാസ്ക് വെച്ചിട്ടുള്ളതും ഇതേപോലെ തന്നെ വേണം. ഓക്കെ, അപ്പം നമ്മുടെ ഇത് പ്രോഗ്രസ് കോളം, ഇത് പെർസെൻറ്റേജ് കോളം, ഇത് നമുക്ക് ഇതേപോലെ പ്രോഗ്രസ്, പെർസെൻറ്റേജ്, യെസ്, നോ. പക്ഷെ നമുക്കിവിടെ പ്രോഗ്രസ് നമുക്ക് കുറച്ച് വലിച്ചു നീട്ടാൻ താഴേക്ക്, ബിക്കോസ് ഇവിടെ സ്ഥലമില്ല. ബാറിന് കാണാൻ കുറച്ച് സ്ഥലം വേണ്ടി, എന്നാലേ നമുക്ക് പ്രോഗ്രസ് അറിയാൻ പറ്റുള്ളൂ. ഇനി സെയിം സാധനം കൗണ്ടിഫ്, കൗണ്ട് കൊടുക്കുക ഈക്വൽ ടു കൗണ്ടിഫ് B3 to B12. B12 കണ്ടോ, സെലക്ട് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ട്രൂ. സീറോ, ഒന്നും ചെയ്തിട്ടില്ല എന്നവർ പറഞ്ഞു. ഇനി സെയിം സാധനം. ഇത് കൊള്ളാല്ലേ, ഇത് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. അവരതിലും എനിക്ക് ട്രൂ തന്നെ ഇട്ടു തന്നു. സോറി, അവർ ഉപയോഗമില്ല ഗൈസ്, അവരെന്നെ പറ്റിച്ചു. എന്നാലും ഇത്രയും ടൈപ്പ് ചെയ്ത് തന്നത് സ്ഥിതിക്ക് കുഴപ്പമില്ല. ഫോൾസ്. അപ്പോൾ അതാ 9 ടാസ്ക് നമ്മൾ ചെയ്തിട്ടില്ല. കൊടുക്കാം. ഇവിടുത്തെ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ D16 നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് നമ്മൾ ചെയ്ത ടാസ്ക്. നമ്മൾ ചെയ്ത ടാസ്ക് ഡിവൈഡഡ് ബൈ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ടാസ്ക് ആണ് പേഴ്സൻറ്റേജ്. സോ percentage is equal to B16 divided by 9. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കറങ്ങി ചെന്ന് ഫോർമാറ്റിൽ ചെന്ന് നമ്പറിൽ പോയിട്ട് മര്യാദക്കുള്ള പെർസെൻറ്റേജ് തരാൻ അവരോട് പറയാം. അപ്പോൾ അവർ നമുക്ക് തരും. പിന്നെ പ്രോഗ്രസ്, ഇത് ആസ് യൂഷ്വൽ നമുക്ക് അപ്പുറത്ത് പോയി കോപ്പി പേസ്റ്റ് ചെയ്യാം. ആൻഡ് ഇതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഓക്കെ, കോപ്പി. ബിക്കോസ് ഇത് കാണാപ്പാടം പഠിക്കുക എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടാണ് ഗൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ നമ്മുടെ സെല്ല് മാറ്റാൻ മറക്കരുത്. ഈ അയ്യൊന്നും അല്ലല്ലോ നമുക്കിവിടെ വേണ്ടത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് B15. യെസ്, നമുക്ക് കിട്ടി ഗൈസ്, കിട്ടി. സോ നമുക്ക് താഴേക്കും മുകളിലേക്കും ഒരേപോലെ പെർസെൻറ്റേജ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് സോറി ഗൈസ്, ടോട്ടൽ ടാസ്ക് 10 ഉണ്ട്. ഞാൻ 9 കൊടുത്തത് കൊണ്ടാണ്. ഓക്കെ, മൈ ബാഡ്, എണ്ണാനും അറിയില്ല. ഓക്കെ, ഇപ്പം ശരിയായില്ലേ? ഇങ്ങോട്ട് 100, അങ്ങോട്ട് 100. ഓൾ ഗുഡ്, വെരി വെരി ഗുഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. എനിക്ക് നല്ലോണം ഞാൻ റിപ്ലൈ അയക്കാൻ നോക്കും. എനിക്ക് മറ്റുന്നതാണെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ അയക്കും. സോ നല്ല ഒരു 2026 ആവട്ടെ ഗൈസ്. ബൈ.